2024-25 സീസണ് മുന്നോടിയായി ഒരു യങ് താരത്തെ സ്വന്തമാക്കുന്നതായുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അണ്ടർ 20 ടീമിൽ കളിക്കുന്ന ഗോൾ കീപ്പറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നാണ് സൂചന. ഇതോടെ 2024-25 പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന ഗോൾ കീപ്പർമാരുടെ എണ്ണം 2 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന കരൺജിത് സിംഗ്, ലാറ ശർമ്മ എന്നിവരെ ക്ലബ്ബ് നീക്കിയിരുന്നു. 2023-24 സീസണിനിടയിൽ 1-ാം നമ്പർ ഗോൾ കീപ്പറായിരുന്ന സച്ചിൻ സുരേഷ് പരിക്കേറ്റ് പുറത്തായപ്പോൾ ഗോൾ വലയ്ക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന് ചോയ്സ് ഇല്ലാതാകുന്ന സാഹചര്യം വന്നിരുന്നു. കരൺജിത് സിംഗിന്റെ ഫോം പ്രശ്നമായതോടെ ലാറ ശർമ്മയെ കളത്തിലിറക്കി. പ്ലേ ഓഫ് എലിമിനേറ്ററിലായിരുന്നു ലാറ ശർമ്മ ആദ്യമായി കളത്തിലെത്തിയത്. മത്സരത്തിനിടെ ലാറ ശർമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും 2023-24 സീസണിലെ ദുരിതം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഇന്ത്യൻ ഗോൾ കീപ്പർമാരെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ അണ്ടർ 20 ഗോൾ കീപ്പറായ 19-കാരൻ സോം കുമാറിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തട്ടകത്തിൽ എത്തിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. വെറും ഒരു യങ് ഗോൾ കീപ്പർ അല്ല സോം കുമാർ. ബംഗളൂരു FC-യിൽ മത്സരം ആരംഭിച്ച സോം കുമാർ ബൊക്ക ജൂനിയേഴ്സ് അണ്ടർ 13, സ്ലോവാക്യൻ ക്ലബായ NK ബ്രാവോ അണ്ടർ 17, NK കർക്ക അണ്ടർ 17 ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിൽ സ്ലോവാക്യൻ ക്ലബായ NK ഒളിമ്പിജ ലുബ്ലിയാനയ്ക്ക് വേണ്ടി കരാറിലായി. സീസണിന്റെ പകുതിയോടെ 3-ാം നമ്പർ ഗോൾ കീപ്പറായി സീനിയർ ടീമിനൊപ്പം ചേർന്നു. ഒരു ISL ക്ലബിനൊപ്പം ട്രെയിനിങ് നടത്തിയ ശേഷമായിരുന്നു NK ഒളിമ്പിജ ലുബ്ലിയാനയ്ക്കൊപ്പം സോംകുമാർ ചേർന്നത്. ISL ക്ലബിന്റെ ക്ഷണം നിരസിച്ചായിരുന്നു സ്ലോവാക്യൻ ക്ലബിലേക്ക് ഈ പ്രതിഭ ചേക്കേറിയത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്പിൽ കളിച്ച പരിചയം സോംകുമാറിനുണ്ട്. സ്ലോവാക്യൻ ക്ലബിനൊപ്പം ഇറ്റലിയിൽ പര്യടനം നടത്തിയപ്പോൾ ബൊലോഗ്ന അണ്ടർ 17 ടീമിനെതിരായ മത്സരത്തിൽ പെനാൽറ്റി രക്ഷപ്പെടുത്തി സോംകുമാർ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 2024-25 പ്രീ സീസണിൽ ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ക്ലബായ ഐസ്വാൾ FC-യുടെ ഗോൾ കീപ്പറായിരുന്ന നോറ ഫെർണാണ്ടസിനെയും സ്വന്തമാക്കിയിട്ടുണ്ട്. 25-കാരനായ നോറ ഫെർണാണ്ടസ് ഗോവ സ്വദേശിയാണ്. ചർച്ചിൽ ബ്രദേഴ്സ് FC, സാർഗോക്കർ FC തുടങ്ങിയ ക്ലബ്ബുകളിലൂടെയാണ് നോറ ഫെർണാണ്ടസ് പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാറ്റങ്ങൾ ഗുണകരമാകുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. സ്റ്റാറയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർ ആകുമോ എന്നറിയാനാണ് ആരാധകരുടെ കാത്തിരിപ്പും. പ്രീ സീസൺ സന്നാഹവും പരിശീലനവും ഒക്കെ തായ്ലൻഡിൽ വെച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് വിവരം. മുൻ വർഷങ്ങളിൽ UAE ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ പര്യടന കേന്ദ്രം. ജൂലൈ ആദ്യവാരം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പര്യടനത്തിനായി തായ്ലൻഡിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. തായ്ലൻഡിലെ മുൻനിര ക്ലബ്ബുകളുമായും വിവിധ പ്രായത്തിലുള്ള ടീമുകളുമായും ബ്ലാസ്റ്റേഴ്സ് സന്നാഹ മത്സരങ്ങൾ കളിച്ചേക്കും എന്നും റിപ്പോർട്ടുണ്ട്.